നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിലുള്ളത് കുവൈറ്റിലെ അഗ്നിബാധയിൽ മരിച്ച സജു വർഗീസിൻ്റെ വീട്ടിലാണ്. പ്രവീൺ, തീർച്ചയായും ദുഃഖാർദ്രമായൊരു നിമിഷമാണ് ആ വീട്ടിലുള്ളവർക്ക് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ അടുത്ത ഉറ്റവരുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടേണ്ടതില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ സജുവിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വിവരങ്ങളൊന്ന് പ്രേക്ഷകരിൽ അറിയിക്കാം. എത്ര കാലമായി സജു കുവൈറ്റിലാണ്? എപ്പോഴാണ് ബന്ധുക്കൾ ഈ വാർത്ത അറിഞ്ഞത്, വാർത്ത സ്ഥിരീകരിച്ചത്? പ്രവീൺ. അരുൺ, കോന്നി അട്ടച്ചാക്കലിലുള്ള സജു വർഗീസിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് സജു വർഗീസിൻ്റെ വീട്. ഈ വീട്ടിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. മൂത്ത മകൾ ബിരുദത്തിന് പഠിക്കുകയാണ്. ഇളയ മകൾ പ്ലസ് ടുവിന് ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ഇവർ വിവരം അറിഞ്ഞിട്ടുണ്ട്. അവർ മുറിക്കകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ സജു വർഗീസിൻ്റെ ഉറ്റ സുഹൃത്ത് നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ വിവരം അറിഞ്ഞു, എങ്ങനെയാണ്? വീട്ടുകാരെ കണ്ടിരുന്നോ? ഇല്ല, വീട്ടുകാരെ കണ്ടില്ല. ഞങ്ങൾ ഇന്നലെ രാവിലെ 7 മണി, വൈകിട്ട് 7 മണിയാകുമ്പോൾ TV വെച്ച് വാർത്തയിലാണ് കണ്ടത്. അന്നേരം ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കോന്നിന്ന് എഴുതിയപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ടായി. പിന്നെ ഞാൻ കൂടി വന്ന് നോക്കിയപ്പോൾ. എത്ര വർഷം മുമ്പാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത്? 10-22 വർഷമായി. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണല്ലേ? നല്ല സുഹൃത്തുക്കൾ. ഞങ്ങൾ ജ്യേഷ്ഠന്മാരന്മാരെയാണ് കഴിയുന്നത് ഇവിടെ. ഞാനിവിടെ കുറേയേറെ കാലങ്ങളായി. പിന്നെ ചെറിയൊരു അസുഖം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും ചെയ്യാനൊന്നും വയ്യ. ഭാര്യയും മക്കളുമൊക്കെ നേരത്തെ വിദേശത്തേക്ക് പോയിട്ടുണ്ടല്ലേ അദ്ദേഹത്തിനോടൊപ്പം? അവിടെ 1 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഇതെല്ലാം പോയത്. അവർ വരുന്നവരെ വരെ ഞാൻ കാത്തു എല്ലാം വൃത്തിയാക്കി എല്ലാം സൂക്ഷിച്ചു വെച്ച് പിന്നെ വന്ന് താക്കോൽ കൊടുക്കുമായിരുന്നു. അരുൺ, സജു വർഗീസിൻ്റെ ഭാര്യയുടെ സഹോദരനും ഇതേ കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാൻ കഴിയുന്നത് സഹോദരൻ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ നെഞ്ചിനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ICUവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇരട്ട ആഘാതമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു വേദന, ഒപ്പം തന്നെ സഹോദരന് ഇതേ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഒരവസ്ഥ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത്. ബന്ധുക്കളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ഇപ്പോൾ ദുഃഖാർത്തരായി. അവർ ഈ സജുവിന്റെ ഭാര്യ മറ്റെന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? അതല്ല വീട്ടമ്മയായിരുന്നോ? 2 പെൺകുട്ടികളാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവീൺ, നമ്മളിത് വന്നപ്പോൾ ആദ്യം അത് തന്നെയാണ് അരുൺ അന്വേഷിച്ചത്. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനം തന്നെയായിരുന്നു ഈ കാണുന്ന ഇതെല്ലാം കെട്ടിപ്പൊക്കിയത്. വീടും ഒപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. 2 പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഇവരെ സംബന്ധിച്ച് ഒരു ആശ്രയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. തീർച്ചയായിട്ടും തകർത്ത് കളയും പ്രവീൺ. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിക്കുക വളരെ ബുദ്ധിമുട്ട്. 22 വർഷമായി കുവൈറ്റിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് സജു. സജുവിനെ പോലുള്ള നിരവധി മനുഷ്യർ അവരുടെ പ്രവാസ ജീവിതത്തിൽ നിന്ന് കെട്ടിപ്പൊക്കുന്നതാണ്. അവരുടെ ഈ ചെറിയ സമ്പാദ്യത്തിൽ നിന്നാണ് ഈ വീടും അവരുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷിതത്വവും. ആ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഇവരുടെ ഈ പ്രവാസ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ അവർ ജീവിക്കുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി തീർന്നാൽ തൊട്ടു മുന്നിൽ ഒരു തണലില്ലാതായി പോകുന്നത് പോലെയാണ്. പെട്ടെന്നൊരു കനത്ത പ്രളയത്തിൽ, ഒരു കനത്ത മഴയിൽ നിങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന, നിങ്ങളുടെ മുകളിലുണ്ടായിരുന്ന കുട നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള അവസ്ഥയാണ്. ഇല്ലെങ്കിൽ ഒരു പെരുവെയിലിൽ നിങ്ങൾ പെട്ടുപോകുന്നൊരവസ്ഥയാണ്, മരുഭൂമിയിൽ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. അതാണ് എല്ലാ വീടുകളിലും സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പോൾ കണ്ട വീടുകളിൽ, പല വീടുകളിലും ഒറ്റ ഒരാൾക്ക് മാത്രമാണ് ഈ ജോലി ഉണ്ടായിരുന്നത്. ഇവരുടെ വരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. അപൂർവം ചിലരിൽ മാത്രമാണ് അവരുടെ പങ്കാളിക്കോ ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ഒക്കെ ജോലിയുള്ളത്. അപ്പോൾ ഏക വരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ജീവിതം ഒന്ന് തളിരിട്ട് വരുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടാവുന്നത് എന്നതാണ് നമ്മളെ വളരെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നത്. തീർച്ചയായും 2 പെൺമക്കളുണ്ട് സജുവിന്. അവർ പഠിക്കുന്ന ഘട്ടത്തിലാണ്. ഇനിയും 22 വർഷം കുവൈറ്റിൽ പോയി വീടും അത്യാവശ്യം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദുരന്തം അവരെ തേടി എത്തുന്നത് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം.